നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യേണ്ട ഏകദേശ സമയമൊക്കെ അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാഗ് ഒന്ന് പാക്ക് ചെയ്യാൻ പോവുകയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. ബേബിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പം അങ്ങനത്തെ ഒരു ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ബേബിക്ക് വാങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് വേറെ നമ്മൾ വാങ്ങിയിട്ടുള്ളതല്ല, ഇതിവിടെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. നമ്മുടെ നെറ്റ് ബെഡിലെ അതാണ്. അപ്പം അത് ഞാൻ വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റംസ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വെറ്റ് വൈപ്പാണ് കേട്ടോ. ഇത് ബേബിക്ക് വേണ്ടിയിട്ട് ഉള്ള വെറ്റ് വൈപ്പാണ്. പ്യുവർ വാട്ടർ വെറ്റ് വൈപ്പ് എന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിയതാണ്. മീഷോന്നോ ആമസോണിന്നോ അങ്ങനെ എന്തോ ആണ്. 2 എണ്ണം വരുന്നുണ്ട്. അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. 72 ബേബി വൈപ്സ് ഉണ്ട്. അപ്പം ഇത് കോംബോ ആയിട്ട് വാങ്ങിയതാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് പേഴ്സണലി വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങനെ ലിങ്ക് അയക്കാം കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഒന്നേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ വന്നെടുക്കാം. കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെറ്റ് വൈപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗിലുള്ളതാണ് കേട്ടോ. ഈ ബാഗിലുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ വേറെ ഈ ഒരു നെറ്റ് ബെഡും വെറ്റ് വൈപ്പും അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള. പിന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, സൗണ്ടിൻ്റെയും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ലൈറ്റ് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്, മഴക്കാറുണ്ട് അതിൻ്റെയാണ്. പിന്നെ പുറത്ത് പണി നടക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ സൗണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇഷ്യൂ ഒക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ബേബിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇതാ നമ്മുടെ മിറ്റൻസും അതേപോലെ ഷോക്സും പിന്നെ ഒരു ക്യാപ്പുമാണ് കേട്ടോ. ഇത് ഞാൻ പോപ്പീസ് നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനല്ല. അപ്പം ഒരു ജോഡി ഷോക്സ് ഉണ്ട്, പിന്നെ ഒരു ജോഡി മിറ്റൻസ്, പിന്നെ ഒരു ക്യാപ്പ്. അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇത്രയും മതി. ഇനി ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കാമല്ലോ. നമുക്ക് അത്യാവശ്യത്തിനേക്കുള്ളത് ഇത്രയും മതിയല്ലോ. അപ്പോൾ അത് ഒരു ജോഡിയായിട്ട് എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ ഫേസ് ടവലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതും പോപ്പീസ് നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഇത് 5 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടോ അങ്ങനെ എന്തോ ആണ്. ഞാനിപ്പോൾ 3 എണ്ണം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ അപ്പം വന്നെടുക്കാമെന്നുള്ളതുകൊണ്ട് 3 എണ്ണം മാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും പിന്നെ ഈ ഒരു മിറ്റൻസ് ഷോക്സിൻ്റെ ആ ഒരു സെറ്റും നമ്മൾ ഇതേപോലത്തെ ഒരു സിമ്പിൾ ഒരു സിപ്പ് കവറില്ലേ അതിൽ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ, മീഷോന്ന് വാങ്ങിച്ചതാണ് സെറ്റായിട്ട്. അതേപോലെ നമ്മൾ ഈ ക്യാരി ചെയ്യുന്ന ഇങ്ങനത്തെ ബാഗുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കവർ ചെയ്യുന്ന ബ്ലാങ്കറ്റെന്നോ ടർക്കിന്നോ എന്താ പറയുകയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനത്തത് ഒരു 5 എണ്ണം നമ്മൾ എടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അതും ഞാൻ ആമസോണിനും മീഷോന്നും ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഇതേപോലത്തെ ഒരു സിമ്പിളാണ്. ഇത് ഭയങ്കര നൈസായിട്ട് ക്വാളിറ്റി കുറവുള്ളതാണ്. അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ, കാരണം ഇപ്പോൾ ചൂടല്ലേ. അപ്പം കുട്ടികൾക്ക് ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഉണ്ടാവും. അപ്പോൾ ഇതൊരു 5 എണ്ണത്തിൻ്റെയോ 6 എണ്ണത്തിൻ്റെയോ ആണ് സെറ്റ് ഉള്ളത്. പക്ഷെ ഞാൻ ഇതിന്ന് ഒന്നേ എടുക്കുന്നുള്ളൂ. ബാക്കി ഇവിടെ വീട്ടിൽ വെച്ചിട്ട് പോവുകയാണ്, നമുക്ക് വേണമെങ്കിൽ വന്നെടുക്കുക എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ബ്ലാങ്കറ്റ്. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല അത്യാവശ്യത്തിന് നല്ല സൈസും ഉള്ളതാണ്. ഇത് 3 എണ്ണം സെറ്റായിട്ട് വരുന്നതാണ്. അതിനും 300 അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ. അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അങ്ങനെ
ഇതൊന്ന് ആ സെറ്റിൽ വരുന്നതാണ്. ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തെ. ഇതിന് ഇങ്ങനത്തെ ഒരു ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ അത്. ഇങ്ങനത്തെ 4 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഡൽഹി നിൽക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം അടുത്തതായിട്ട് പിന്നെ ഈ ഒരു ബ്ലാങ്കറ്റും, പിന്നെ നമ്മളിങ്ങനെ പുതപ്പിക്കുന്ന ടൈപ്പില്ല, അതായത് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന ബേബീനെ, അങ്ങനത്തെ 4 എണ്ണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേബിക്ക് അല്ലാതെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് വെള്ള തുണികളില്ലേ, അത് അത്യാവശ്യമാണ് ഹോസ്പിറ്റലിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മൾ കഴുകി എല്ലാം നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ സാധനവും കഴുകി നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു 5-6 വൈറ്റ് ക്ലോത്ത് ഇല്ലേ, അതെടുക്കുന്നുണ്ട്. ഈ മല്ല് തുണി ഇല്ലേ, അതാണ് കേട്ടത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ വേറെയും വെള്ള തുണികൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ ഈ ഒരു സെറ്റിൽ വെച്ചതാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ മൊത്തം 5 ജോഡി ഡ്രസ്സ് ഉണ്ട്. അതിൽ ഞാൻ 2 എണ്ണം ബട്ടണുള്ള ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡിസ്ചാർജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഞാനിതെല്ലാം എടുത്തിട്ട് വെക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ബാഗിൽ, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതേപോലത്തെ കെട്ടുടുപ്പ്, ഇതായിരിക്കും മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തത് ഞാൻ ഒരു 4 എണ്ണം, മൊത്തം 6 ജോഡി ഡ്രസ്സാണ് കേട്ടോ. അങ്ങനത്തെ അപ്പം 4 എണ്ണം കെട്ടുടുപ്പും പിന്നെ 2 എണ്ണം ബട്ടണായിട്ടുള്ളതും വാങ്ങിയിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഒന്നിന് 50 രൂപയോ 40 രൂപയോ അങ്ങനെ എന്തോ ആണ്. അങ്ങനത്തെ 6 എണ്ണം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഡ്രൈ ഷീറ്റാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിനാണോ മീഷോ ആണോ എന്നറിയില്ല, ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് ലാർജാണ് കേട്ടോ, നല്ല വലിയ സൈസാണ്. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒന്നേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ഇത് അത്രയ്ക്ക് അത്യാവശ്യം വരില്ല, എന്നാലും വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രൈ ഷീറ്റും ഇത്രയും നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അത്രയും മതി, കാരണം ഇതന്നെ ആവശ്യം വരുള്ളൂ. ഇനി ഡൈപ്പർ വേണം, അത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ വാങ്ങാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അത്യാവശ്യത്തിനുള്ളത് ഇത്രയും മതി, അത്രയും വാങ്ങി വെച്ചിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങാം. അപ്പോൾ ഇത്രയാണ് ബേബിക്കുള്ളത് കേട്ടോ. ഇനി എനിക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നത് ഇതേപോലത്തെ ഒരു ബാഗിൽ എടുക്കുന്നുണ്ട്. ഇതിൽ വരുന്നത് നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് കേട്ടോ, പാൻറ്റി, ബ്രാ അങ്ങനെയുള്ള ഐറ്റംസും, പിന്നെ ഞാനൊരു ചെറിയൊരു ഈ നൈറ്റി ഫ്രോക്കൊക്കെ ഇല്ലേ, അതിലൊക്കെ ഇടുന്ന ചെറിയൊരു അണ്ടർ സ്കേർട്ടാണ്. അപ്പം അത് ഒന്നെടുത്ത് വെക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് 2 ഫുൾ ഓപ്പൺ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അടുപ്പിച്ചതാണ്. അപ്പോൾ ഇത് 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതേപോലത്തെ ഒരു 2 ഡ്രസ്സ് എക്സ്ട്രാ എടുക്കണം, അത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, വെക്കണം. അപ്പോൾ 2 നൈറ്റി ഫ്രോക്ക് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള, പിന്നെ 2 സ്കേർട്ട്, പിന്നെ നമ്മുടെ പാൻറ്റി, ബ്രാ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടത് വെള്ള മുണ്ടാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ കഴുകിയിട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മതി നമുക്ക് അത്യാവശ്യത്തിനേക്ക് വേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് വന്നെടുക്കാം, കാരണം വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കുറച്ചധികം വെള്ള തുണികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എക്സ്ട്രാ എടുത്ത് വെച്ചതാണ്, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ കുറച്ചധികം വെള്ള തുണികൾ, ഇത് സെറ്റ് മുണ്ട് അങ്ങനെയുള്ളതൊക്കെ മുറിച്ച് കഴുകി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ഇതില്ലേ ഡിസ്പോസിബിൾ പാൻറ്റിയും
പിന്നെ പാഡും കേട്ടോ അങ്ങനത്തത്. ഇത് എത്രത്തോളം അവിടെ നമുക്ക് യൂസ് ആകുമെന്നൊന്നും അറിയില്ല. കാരണം ഒരുവിധം എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഇത് പറ്റില്ല, പാൻറ് യൂസ് ചെയ്യാൻ പറ്റില്ല, പാഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ. അതുകൊണ്ട് അറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇതാ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. വാങ്ങി വെച്ചാൽ നല്ലതാണ്, ഒരുവിധം ആൾക്കാരൊക്കെ നല്ല യൂസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡില്ല, അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല യൂസ്ഫുൾ ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ലീക്കേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെത് ഞാനൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 24 പീസ് ഇതിൽ കിട്ടുന്നുണ്ട്, വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യം വരുന്ന കുറച്ച് ഐറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് ഇതേപോലത്തെ 2 സാധാ ടവലാണ് കേട്ടോ, നാപ്കിൻസ് പോലത്തെ സാധാ ഒരു 2 ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നാൽ യൂസ് ചെയ്യാൻ, അതായത് കൈ തുടയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 എക്സ്ട്രാ ടവൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് തോർത്താണ് കേട്ടോ. തോർത്തൊരു 3 എണ്ണം എടുത്ത് കൈ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു 3 തോർത്ത് കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ബെഡ്ഷീറ്റും പില്ലോ കവറുമാണ് കേട്ടോ. അങ്ങനത്തെ 3 ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്, 2 പില്ലോ കവർ എടുക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് പില്ലോസ് മാത്രം നമുക്ക് തരും, പില്ലോ കവർ തരാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു 2 എണ്ണം എടുത്ത് കൈ വെച്ചു എന്നുള്ളൂ. നമുക്ക് യൂസ് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം ഇത് ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ പാക്കറ്റ് അത് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ആവും കേട്ടോ, ഹോസ്പിറ്റലിൽ എങ്ങനെയായാലും യൂസ് ആവും. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തുടയ്ക്കാനും കൈ തുടയ്ക്കാനും ഇനി ബാത്റൂം പോകുമ്പോൾ യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ടിഷ്യൂ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പാക്കറ്റും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിപ്പ് കവറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കോമ്പ്, ഹെയർ ടൈ ഒക്കെ ആവശ്യം വരുമല്ലോ, കുറച്ച് മേക്കപ്പ് ആയിട്ടൊന്നും അല്ല, അങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല, ചില സമയത്ത് ലിപ്സ്റ്റിക് കൂടെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോമ്പും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിൽ വെക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിക്സ് ഒക്കെ എടുത്ത് കൈ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, കാരണം എപ്പോഴാണ് നമുക്ക് എന്താ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിപ്പ് കവർ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാഗിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, ഹാൻഡ് വാഷ്, സോപ്പ്, ഇതേപോലെ ബ്രഷിൻ്റെ ഞാനൊരു സെറ്റ് ഒരു 3 എണ്ണത്തിൻ്റെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നറിയില്ലല്ലോ, അപ്പം അവർക്കൊന്നും ഇല്ലെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് അതേപോലത്തെ ഒരു 3 ബ്രഷിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സിസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വാഷ്, സോപ്പ്. ഇനി ഇതിലേക്ക് വരാൻ പോകുന്നത് പേസ്റ്റ് വെക്കണം. പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ഒരു ഡിഷ് വാഷില്ലേ, അത് വെക്കണം. പിന്നെ എന്തായിരുന്നു, ഒരു നൈഫ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇതിലേക്ക് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗച്ചിലുള്ളത് ഇത്രയും ഐറ്റംസാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെക്കുന്നത് ഒരു 5-6 ന്യൂസ് പേപ്പർ വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമൊക്കെ എന്തായാലും നമുക്ക് വരും. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ ഞാനൊരു ചപ്പൽ അതും വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊന്നും എടുത്തൊന്നും വെച്ചില്ല, വേണ്ടാന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സിമ്പിൾ ചപ്പലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അമ്മേൻ്റെയും മോളൂസിൻ്റെയും ഡ്രസ്സും കാര്യങ്ങളും അതും എടുത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പം നമ്മുടെ അടുത്തില്ലാതെ നമുക്ക് വെക്കേണ്ട കുറച്ച് ഐറ്റംസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചത്. ഇനി നമുക്ക് അവസാനം നമ്മൾ പോകാനാകുന്ന സമയത്ത് നമുക്ക് വേണ്ട ഫ്ലാസ്ക്, ഫോണ്, ചാർജർ, പിന്നെ വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടെ ഇതിലേക്ക് വെക്കാനുണ്ട്. പിന്നെ ബക്കറ്റും കപ്പും
കപ്പ് ഇതും കൂടെ ഇതിൽ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ഇനി എന്ത് അത്യാവശ്യം വന്നാലും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യത്തിനുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് ഡിസ്ചാർജൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സ്ട്രാ വേണ്ടി വന്നത് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഞാനൊരു കുഞ്ഞി ട്രോളി ബാഗിലും പിന്നെ നമ്മുടെ ഈ ബേബീൻ്റെ ഒരു ബാസ്ക്കറ്റിലെ അതിലും കൂടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ, അതിലത് ഫുള്ളാവും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ. ഇതൊന്നും കൂടാതെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ വെക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഇല്ലേ, സ്കാനിങ് റിപ്പോർട്ട് അത് ഇതൊക്കെ അത് വെക്കാനുണ്ട്. അതേപോലെ ആധാർ കാർഡ്, ഇൻഷുറൻസ് കാർഡ്, പിന്നെ ഒരു സോപ്പും പൊടിൻ്റെ ഒരു പാക്കറ്റ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബക്കറ്റ്, പാട്ട അത് വെക്കുന്നുണ്ട്. കൂടാതെ ഒരു വൈറ്റ് ജമ്പർ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് അതും